ഹായ് അങ്ങനെ രാധികയുടെ പൊതിച്ചോറ് ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ യശോദയും രാധികയും കൂടിയിട്ട് ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ടേബിളിൽ ഇരുന്നിട്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്തായാലും സാമ്പാർ കൂട്ടിയിട്ട് 7 വിഭവങ്ങളുണ്ട്. അപ്പോൾ ആ 7 വിഭവങ്ങൾക്ക് ഞാൻ ഒരു വിഭവം കൂടി കൂട്ടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ആ വിഭവം എന്ന് പറയുന്നത് ഇതുവരെ ആരും കഴിക്കാത്ത അത്രയും ടേസ്റ്റുള്ളൊരു വിഭവമായിരിക്കണം. അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. അതുപോലത്തെ ഒരു വിഭവം ഞാൻ എന്തായാലും ഇതിലേക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇവളുടെ ഈ ഒരു സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ട് വരികയാണ് ദേവന്. അപ്പോൾ ദേവൻ വന്നിട്ട് അവരുടെ കൂടെ ആ ടേബിളിൽ ഇരുന്നിട്ട് പച്ചക്കറിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതേത് വിഭവം മോളെ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാനെന്തായാലും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും അങ്ങനെ ഒരു വിഭവം ചേർക്കണം എന്നൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ദേവൻ അവിടെ വന്ന് ഇരുന്നത് യശോദ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ദേവേട്ടൻ എന്ത് പണിയായി കാണിച്ചത്? ദേവേട്ടൻ പോയി കിടന്നോ? ഡോക്ടർ പറഞ്ഞാലേ റെസ്റ്റ് എടുക്കണമെന്ന്. ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ വന്ന് സഹായിക്കേണ്ട യാതൊരു ആവശ്യമില്ല, ദേവേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ ദേവനോട് പറയുന്നുണ്ട്. ആ ദേവൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ബോറടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് സഹായിക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ലല്ലോ, ഇതത്ര വലിയ ഭാരമുള്ള ജോലിയൊന്നും അല്ലല്ലോ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അപ്പോൾ ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ദേവൻ പറയുന്നുണ്ട്, ഡോക്ടർ ഒരു വട്ടം എന്നോട് അങ്ങനെ എനിക്ക് ഒരു അസുഖം വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ദേവൻ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സംസാരം കേട്ടിട്ട് നമ്മുടെ രാധിക പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2-3 ദിവസം മാത്രമാണ് എന്നാണ് അച്ഛൻ്റെ വിചാരം എന്നൊക്കെ ഇങ്ങനെ ഈ ദേവനോട് ഇവളിങ്ങനെ ശകാരിച്ച് ഇങ്ങനെ പറയുകയാണ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദേവൻ എന്തായാലും അവിടെ നിന്ന് പിന്മാറാനുള്ളൊരു പ്ലാനും ഇല്ല, ദേവന് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് വരുണും കൂടി അങ്ങ് വരുന്നത്. അപ്പം വരുണും വന്നിട്ട് അവിടെ കസേര ഇട്ട് അങ്ങ് ഇരുന്നിട്ട് ഞാനും സഹായിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ യശോദ വീണ്ടും അവനെയും കൂടി അങ്ങ് എതിർക്കുന്നുണ്ട്, നീ ഇതൊന്നും ചെയ്യണ്ട, കാരണം നീ ഇത് ചെയ്യുന്നത് കണ്ടാൽ എനിക്ക് എന്തോ പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവൻ അങ്ങോട്ട് അങ്ങ് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് വരുണ് പറയുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞത് ഞാൻ കണിമംഗലത്തായിരുന്നെങ്കിൽ ഈ പറഞ്ഞതിന് ഒരു അർത്ഥം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാം പോയില്ലേ, ഞാനിപ്പോൾ ഒന്നുമില്ലാത്ത ഒരാളല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവന് ഈ യശോദനോട് പറയാണ്. അപ്പോൾ ആ ഒരു സംസാരം കേട്ട് അവരുടെ മൂഡ് ഓഫ് അങ്ങ് ആയിരിക്കുകയാണ് അവരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ പിന്നെ രാധിക വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ ഒന്നും പറയാൻ നിൽക്കണ്ട, കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു സങ്കടത്തിൻ്റെ ഒരു പെരുമഴയാക്കി മാറ്റും ഈ വരുണ്, അതുകൊണ്ട് വരുൺ അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ അവരെയും കൂടി അങ്ങ് ആഡ് ചെയ്യണം. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ എരിഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജയഭാരതി മുത്തശ്ശി വരുണിനെ അങ്ങ് വിളിക്കുന്നുണ്ട്. ആ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് മുത്തശ്ശിയാണ് എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ഫോൺ സ്പീക്കറിലിട് എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവന് സ്പീക്കറിലിട്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല മോനെ എന്തെടുക്കുകയാണ് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വരുണ് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പണിയിലാണ്, പിന്നെ നിങ്ങളുടെ രാധിക മോളെ ഇവിടെ ഒരു ചെറിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഇവൻ ഈ ജയഭാരതി മുത്തശ്ശിനോട് അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ആദ്യത്തിൽ കേൾക്കുമ്പോൾ ജയഭാരതി മുത്തശ്ശി അത് വിശ്വസിക്കുന്നില്ല, ഒന്ന് പോടാ അവിടെ നിന്ന് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക അങ്ങ് പറയുന്നുണ്ട്, ഒന്നല്ല മുത്തശ്ശി, ഞാൻ എന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2 ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു പൊതിച്ചോറിൻ്റെ ബിസിനസ്സാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ബിസിനസ് എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവൾ ജയഭാരതി മുത്തശ്ശിനോട് പറയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി, അപ്പോൾ സത്യമായിരുന്നോ, എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്, പൊതിച്ചോറ് ബിസിനസ് എന്തായാലും നല്ല ബിസിനസ്സാണ്. ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് ഒരു സ്ഥലത്ത് അതാ പൊതിച്ചോറ് ഒന്നാകെ കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഈ പൊതിച്ചോറൊക്കെ ഇപ്പോൾ ആര് വാങ്ങി കൂട്ടാനാണ് എന്നൊക്കെ അങ്ങനെ വിചാരിച്ചു. പക്ഷെ തിരിച്ചു പോന്നപ്പോൾ അവിടെ ഒരു പൊതിച്ചോറ് പോലും ഇല്ല, എല്ലാം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ബിസിനസ്സാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി അവളോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു ആശ്വാസമൊക്കെ വരുന്നുണ്ട്. പിന്നെ ജയഭാരതി മുത്തശ്ശി ദേവന് യശോദനൊക്കെ ചോദിക്കുന്നുണ്ട്, അവരൊക്കെ എവിടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ അവരും കൂടിയിട്ട് ഈ മുത്തശ്ശിനോട് അങ്ങ് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോനെ മരുവളെ നല്ല പോലെ നോക്കണം, അവരെ നന്നായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും മുത്തശ്ശിനോട് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, മുത്തശ്ശി യാതൊരു ടെൻഷനും വേണ്ട, അവരിവിടെ ഭയങ്കര സന്തോഷവതികളായിരിക്കും, അതുകൊണ്ട് മുത്തശ്ശി അക്കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശിനോട് അവർ പറഞ്ഞ് മുത്തശ്ശിനെ അങ്ങ് സമാധാനിപ്പിച്ച് ഫോൺ വെക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശി അവിടെ കണിമംഗലത്തെ ആ സോഫയിൽ ഇരുന്നിട്ട് ആ കോള് വെച്ചതിന് ശേഷം അവിടെ ഇരുന്ന് അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കിങ്ങനെ ആ ഒരു പഴയ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന ആ സമയത്ത്, ഈ വരുണിൻ്റെ രാധികയുടെ ഒക്കെ കൂടെ നിന്ന ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കണം അവരിങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും കാണാതെ നമ്മുടെ പത്മിനി കിച്ചണിൽ പണികളൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഉണ്ടാകും, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവിടെ ആരോ ഇരിക്കുന്ന പോലെ ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഉണ്ടാകും അവിടെ
അവിടെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പത്മിനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വരികയാണ്. അപ്പോൾ മുത്തശ്ശി വേഗം ഈ മുത്തശ്ശിയുടെ അടുത്തേക്ക് വേഗം ഈ പത്മിനി അങ്ങ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ വെറുതെ ഇവിടെ ഇരുന്ന് കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, പത്മിനി ഒന്നുമില്ല, ഞാനിപ്പോൾ വരുണിന് വിളിച്ചിരുന്നു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ പത്മിനിക്ക് കാര്യം പിടികിട്ടുകയാണ്. അപ്പോൾ പത്മിനി അറിയുന്നുണ്ട്, വരുണിനെ വിളിച്ചാൽ പിന്നെ കരച്ചിലോട് കരച്ചിൽ തന്നെ ആയിരിക്കും, അതുകൊണ്ട് പിന്നെ എന്താ സംഭവം എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ അങ്ങനെ പത്മിനി പറയുന്നുണ്ട്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, അതേ നമ്മുടെ രാധിക മോൾ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവർ ഫോൺ വിളിച്ചപ്പോൾ അവർ ഭയങ്കര സന്തോഷവതികളായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവർ അവിടെ ഭയങ്കര ഹാപ്പിയാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ജയഭാരതി മുത്തശ്ശി ഈ പത്മിനിയോട് പറയുന്നുണ്ട്. അപ്പോൾ പത്മിനി പറയുന്നുണ്ട്, അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും, അവിടെ അവർ ഭയങ്കര ഹാപ്പി തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവരും പറയാണ്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാലും നമ്മുടെ രാധിക മോളെ നമുക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ്, വരുണ് രാധികനല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സൊക്കെ തകർന്ന് അവനാകെ ഒരു വിധമായി പോയേനെ. പക്ഷേ രാധിക മോളുടെ ആ ഒരു സപ്പോർട്ടും അവളുടെ ആ ഒരു കരുതലും കാരണം അതിലാണിപ്പോൾ നമ്മുടെ വരുൺ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് വരുണിൻ്റെ ആ ഒരു ഭാഗ്യം നമുക്ക് പറയാതെ വയ്യ. പിന്നെ നമ്മുടെ രാധികമോൾ ആദ്യം തന്നെ വീട്ടിലേക്ക് കയറി വന്ന സമയത്തൊക്കെ നമ്മൾ രാധികമോൾ അത്രയും നന്നായി സ്നേഹിച്ചിരുന്നല്ലോ. ഈ രാധികമോൾ എന്ന് പറയുന്നത് തന്നെ വലിയ പ്രശസ്തിയായിട്ടുള്ള ആ ശ്യാമയുടെ മകളാണ് അല്ലേ എന്നൊക്കെ ഈ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ മകളാണ് നമ്മുടെ മരുമകളായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ യാതൊരു ഇതും ആ കുട്ടിക്കില്ല. അവൾ ഒരുപാട് സ്വത്തുക്കളും എല്ലാം അവകാശപ്പെട്ടൊരു പെൺകുട്ടിയാണെങ്കിലും പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതൊക്കെ തിരിച്ചു പിടിക്കാനും കഴിയട്ടെ. പിന്നെ നമ്മുടെ ശ്യാമനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടെത്തി അവൾക്ക് അവളുടെ ആ ഒരു നഷ്ടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള നമുക്ക് പ്രാർത്ഥിക്കല്ല എന്നൊക്കെ ഇങ്ങനെ അവരെ കുറിച്ച് ഇങ്ങനെ ഇവർ വാ തോരാതെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ രാധികയും യശോദയും കൂടിയിട്ട് ഭക്ഷണത്തിൻ്റെ പൊതികളാക്കി നല്ല പെർഫെക്റ്റ് ആക്കി ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ രാധിക യശോദനോട് പാക്കൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഉണ്ടാകും അവിടെ ഒരു സ്കൂട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൾ ആ സ്കൂട്ടർ കണ്ടിട്ട് നേരെ അതിൻ്റെ അടുത്തേക്കൊക്കെ ഓടിയിട്ട് അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ദേവൻ അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ ദേവൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ സ്കൂട്ടറൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇഷ്ടമായി അച്ഛ എന്നൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറഞ്ഞിട്ട് ആ വണ്ടിയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ യശോദയും പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇത് ഏതാ വണ്ടി ദേവേട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവൻ പറയുന്നുണ്ട്, അത് ഞാൻ ആ മോഹനൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രാധികമോൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയ കാര്യം. അപ്പോൾ അവൻ്റെ മകളുടെ ഒരു സ്കൂട്ടറായിരുന്നത്. അവളുടെ മകളാണെങ്കിൽ ഇപ്പോൾ UK എങ്ങോട്ടോ ആണ്, അതുകൊണ്ട് ആ വണ്ടി അവിടെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതും കൂടി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ എനിക്ക് തന്ന് അയച്ച വണ്ടിയാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ യശോദ ചോദിക്കുന്നുണ്ട്, അല്ല ഇതിൻ്റെ പൈസ ഒക്കെ കൊടുത്തോ, എത്ര ആയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട്, അവന് പൈസ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ പൈസ കൊടുക്കണം, അവന് പൈസ എത്ര ആയി എന്നൊക്കെ ചോദിച്ചിട്ട് അവന് വില പറയുന്നുമില്ല. പക്ഷേ നമുക്ക് സാവധാനം ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വില ഒക്കെ നമുക്ക് അവന് തിരിച്ചു കൊടുത്തേക്കാം എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാക്കൊക്കെ ആക്കി ഈ ഭക്ഷണ പൊതികളൊക്കെ ഈ യശോദ ഈ രാധികയൊക്കെ അങ്ങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവളോട് പറയാണ്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് വരുണും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, എന്നാൽ രാധികയെ ഞാനും കൂടി പോരാ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ അവരാരും അവനെ അങ്ങ് പറഞ്ഞു വിടാൻ സമ്മതിക്കുന്നില്ല. നീ പോകുന്നു വേണ്ട, കാരണം നീ പോയാൽ ആളുകൾക്കൊക്കെ അതൊരു പരിഹസിക്കാനുള്ളൊരു ഓപ്ഷനായി മാറും. നീ ഇത്രയും വലിയ ഒരു പണക്കാരനായി മാറിയുന്ന ഒരാളായിരുന്നിട്ടോ പെട്ടെന്ന് ഇത്ര ദാരിദ്ര്യത്തിലേക്ക് വന്നതാണെന്നും നീ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി എന്നൊക്കെ ആളുകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞ് ചിരിക്കും. പക്ഷെ അതിന് നമ്മളായിട്ടൊരു അവസരം കൊടുക്കണം, അതുകൊണ്ട് നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരാരും അവനെ അങ്ങ് പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ രാധികയും പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് പോയി കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, അല്ല ഈ സ്കൂട്ടറിൽ പോകുന്നത് എന്താ തള്ളിക്കൊണ്ട് പോകാനാണോ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, തള്ളി പോകുന്നല്ല, ഞാനിത് ഓടിച്ചിട്ട് തന്നെ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ വരുണാണെങ്കിൽ ഇവൾ ഇതുവരെ ആയിട്ട് ഡ്രൈവ് ചെയ്തത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇവനിങ്ങനെ ഇവൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഇവൾക്ക് വണ്ടി ഓടിക്കാനൊക്കെ അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ദേവൻ പറയുന്നുണ്ട്, വണ്ടി ഓടിക്കാനൊക്കെ അവൾക്ക് പണ്ടേ അറിയാം, പക്ഷേ ഒരു വണ്ടി വാങ്ങിക്കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ലാത്തത് കൊണ്ടായിരുന്നു അവൾക്ക് വണ്ടി ഓടിക്കാൻ നീ കാണാത്തത് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. ഇനി രാധിക ഓരോ വീട്ടിലൊക്കെ ഇങ്ങനെ പോയിട്ട് ആ ഒരു ഭക്ഷണ പൊതികളൊക്കെ എല്ലാവർക്കും ഇങ്ങനെ വിറ്റ് അതങ്ങ് തീർക്കുന്നൊക്കെ ഉണ്ട്.
കണിമംഗലത്താണെങ്കിൽ ഉർവശിയുടെ അടുത്ത പ്ലാനിങ്, അതും ഈ കൽപ്പനക്കെതിരെയുള്ള പ്ലാനിങ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൽപ്പനനെ വിളിച്ചിട്ട് ഈ ഉർവശി മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട്, എടി കൽപ്പന, നീ കണ്ടോ നമ്മുടെ മുറ്റത്ത് ആകെ പുല്ല് വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ കൽപ്പന പറയാണ്, ആ അത് ശരിയാണ്, പുല്ല് വന്നത് ഞാനും കണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ പുല്ല് വന്ന ഏരിയയിലേക്ക് അങ്ങ് ഇവളെയും കൊണ്ടുപോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ കൊണ്ടുപോകുന്നത് തന്നെ ഈ കൽപ്പനക്കുള്ള പണി ഉർവശി കൊടുക്കാനാണ് എന്നുള്ള കാര്യം കൽപ്പന അറിയുന്നില്ല. അപ്പോൾ ഈ കൽപ്പന ഇതൊന്നും അറിയാതെ ഈ ഉർവശിയുടെ പിന്നാലെ തന്നെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് പുല്ലൊക്കെ വന്നൊരു ഏരിയയിൽ എത്തിയിട്ട് ഈ കൽപ്പനയോട് ഉർവശി പറയുന്നുണ്ട്, എടി കണ്ടോടി ഇത് മൊത്തത്തിൽ പുല്ല് വന്ന് കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, ശരിയാണ്, ഈ പുല്ലൊക്കെ വന്ന പാമ്പുകളൊക്കെ വരും, അതുകൊണ്ട് ഈ പുല്ലൊക്കെ ചെത്തി ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉർവശി പറയുന്നുണ്ട്, ആ പ്ലാനിങ്ങിലാണ് ഞാനിപ്പോൾ, ഈ പുല്ലൊക്കെ ചെത്തി ഒഴിവാക്കണം ഇവിടുന്ന് എന്നൊക്കെ പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കൽപ്പന പെട്ടെന്ന് തന്നെ ചിന്തിച്ചത്, ഈ പുല്ല് മൊത്തം പത്മിനോടും അതുപോലെ നമ്മുടെ ജയഭാരതി മുത്തശ്ശനോടും ഈ ചെത്തി കളയാനാണ് ഈ ഉർവശി വിചാരിച്ചത് എന്നാണ് കൽപ്പന ചിന്തിക്കുന്നത്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് അമ്മനോടും മുത്തശ്ശനോടും ഇതൊക്കെ അങ്ങ് വെട്ടിക്കളയാൻ പറയാം എന്നൊക്കെ അങ്ങനെ പറയുന്നത്. ആ സമയത്ത് ഉർവശി മെല്ലെ അങ്ങ് വിഷയം മാറ്റുന്നുണ്ട്. അതേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവർക്കുള്ള പണി അടുക്കളയിൽ നന്നായിട്ട് ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. ഈ പുല്ല് മുഴുവനും കട്ട് ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരുമാണ് എന്നൊക്കെ ഇങ്ങനെ ഇവളോടങ്ങ് പറയാണ്. അപ്പോൾ ഇവളങ്ങ് ഞെട്ടുന്നുണ്ട്. എന്താണ് ചെറിയമ്മ പറയുന്നത്? ഈ പുല്ല് മുഴുവൻ നമ്മൾ രണ്ടുപേരും വട്ടാനോ? എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? എനിക്കൊന്നും വയ്യ, എനിക്കിത് പുല്ല് കട്ട് ചെയ്യാനൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഉർവശി അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കൈക്കോട്ട് എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിങ്ങനെ ചെത്തി ട്രൈ ചെയ്യേ, എന്തായാലും നിനക്ക് അറിയില്ല എന്ന് എനിക്കറിയാം, പക്ഷേ നീ ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയല്ല ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കല് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് അതങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ അത് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് കഴിയില്ല എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവളോട് പറയുന്നുണ്ട്, നമ്മൾ അവരോട് രണ്ടുപേരും ശരീരം അനങ്ങിയാലേ ആരോഗ്യത്തോടെ നിൽക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവർക്ക് പണി കൊടുത്തത്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ വെറുതെ ഇരുന്നാൽ നമ്മുടെ തടിയും കൂടി കേടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മേലനങ്ങി എന്തെങ്കിലുമൊക്കെ പണി എടുത്തുകൊണ്ടിരിക്കടി, അതുകൊണ്ടാണ് നമുക്ക് രണ്ടുപേർക്ക് ഈ പുല്ലൊക്കെ വെട്ടാം, അപ്പം നമ്മുടെ ശരീരം ഒന്ന് ഇളങ്ങിക്കോളും എന്നൊക്കെ ഇങ്ങനെ ഇവളോട് പറഞ്ഞിട്ട് അവളോട് അത് അങ്ങ് കൊത്താൻ പറയുന്നുണ്ട്. പിന്നെ പഠിക്കാത്തത് ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് ശീലമായിക്കോളും, അതങ്ങനെ റെഡി ആയിക്കോളും. ഇതൊക്കെ പഠിച്ചിട്ടാണ് എല്ലാവരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ വഴിയെ അങ്ങ് പഠിക്കുന്നതല്ലേ, അതുകൊണ്ട് നീ ഇതൊക്കെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ചെത്തിക്കള. എന്നാലേ ചന്ദ്രേട്ടൻ വരുമ്പോൾ ഈ ചെത്തിയതൊക്കെ നീയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ചന്ദ്രേട്ടൻ നിന്നോടൊരു നല്ല ഇമ്പ്രഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചന്ദ്രേട്ടന് തോന്നും ഇവൾ നന്നായിട്ട് ജോലിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത് നിന്നോട് പുല്ല് വെട്ടി കളയാൻ, ഞാനും കൂടി സഹായിക്കാൻ, നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഉർവശി മെല്ലെ അവിടെ വന്നിട്ട് അവിടെ താഴെ അങ്ങ് ഇരുന്നിട്ട് പുല്ലങ്ങ് പറിക്കാൻ നോക്കുകയാണ്. അപ്പം മെല്ലെ തന്നെ അവരുടെ അഭിനയം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ എൻ്റെ ഊര് ഉളിക്കേടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അവരുടെ ഊരക്കൊക്കെ കൈ കൊടുത്ത് അങ്ങ് എണീക്കുന്നുണ്ട്. അപ്പം തന്നെ കൽപ്പന പറയുന്നുണ്ട്, ഒരു വിളിക്കില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് രണ്ടുപേർക്ക് ഈ പണിയൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കത് നമ്മുടെ മുത്തശ്ശിക്കും നമ്മുടെ അമ്മയ്ക്കും കൂടി കൊടുക്കുക, അവർ രണ്ടുപേരും ഇതൊക്കെ ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ ഈ കൽപ്പന പറയുന്നുണ്ട്. അപ്പോൾ ഈ കൽപ്പന ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉർവശി വീണ്ടും അതൊക്കെ എതിർക്കുകയാണ്. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട, നീ തന്നെ ഇതൊക്കെ ചെയ്താൽ മതി. എടി എൻ്റെ ഊരിയാണെങ്കിൽ ഉളുക്കിയിരിക്കുകയാണ്, ഞാൻ കുറച്ച് തൈലൊക്കെ പുരട്ടിയിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരാം, നീ അപ്പോഴേക്ക് ഇതൊക്കെ ഒന്ന് ചെത്തിക്കള, ഞാൻ ഇപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഊര് ഉളുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഊരെ പിടിച്ചങ്ങ് പോകുന്നുണ്ട്. നീ ഇതൊക്കെ ചെത്തിക്കളയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഉർവശി പോകുന്നത്. പക്ഷെ കൽപ്പനക്ക് അങ്ങനെ പിറുപിറുക്കാൻ വരികയാണ്. കാരണം ഇത്രയും ഒരു വലിയൊരു പണി ഏൽപ്പിച്ചിട്ടാണ് ഈ ചെറിയമ്മ ഇവിടെ നിന്ന് പോകുന്നത് എന്നുള്ള മട്ടിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവളങ്ങനെ പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉർവശിയാണെങ്കിലും എല്ലാം അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ആ കാഴ്ചയൊക്കെ നമ്മുടെ ജയഭാരതി മുത്തശ്ശി കാണുന്നുണ്ട്. അപ്പോൾ ജയഭാരതി മുത്തശ്ശി അതൊക്കെ കണ്ടിട്ട് നേരെ കൽപ്പനയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടി നീ ഇപ്പം ഞങ്ങളെപ്പോലെ അങ്ങനെ പണി എടുത്തുകൊണ്ടിരിക്കല്ലേ, ഞങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ഉർവശിയൊക്കെ ഏൽപ്പിക്കുന്ന സമയത്ത് നീയും അവിടെ അരികിലിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് ചിരിക്കുകയല്ലായിരുന്നോ, നീ അവരുടെ കൂടെ എല്ലാ തെണ്ടിത്തരത്തിനും കൂട്ടു നിൽക്കുകയല്ലായിരുന്നോ? ഇപ്പം നിൻ്റെ ഈ അവസ്ഥ, നിൻ്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാണെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവളെ നിനക്ക് നല്ല 8ൻ്റെ പണി തന്ന് പോയതാണ്, അവൾ നിന്നെക്കൊണ്ട് പണി എടുപ്പിക്കുകയാണ്. പക്ഷെ അതൊന്നും നിനക്ക് തിരിച്ചറിയാനുള്ളൊരു ബുദ്ധിയില്ല. പക്ഷേ ഇതെല്ലാം അവസാനം നീ തിരിച്ചറിഞ്ഞ് ആ ഉർവശി നിന്നെ ഇവിടുന്ന് തട്ടിക്കും, അവൾ നിന്നെ ഇവിടുന്ന് അങ്ങ് തൂത്ത് കളയും. പക്ഷേ ആ ഒരു സമയം വരും, നീ നിൻ്റെ കണ്ണീര് ഇവിടെ വീഴുന്നത് ഞങ്ങൾ കാണും. കാരണം ഞങ്ങൾ അത്രക്കും അനുഭവിച്ചിട്ടുണ്ട് നീ കാരണം, ഞങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് നീ കാരണം. അതുകൊണ്ടൊക്കെ അതിനുള്ളൊരു പ്രതിഫലമായിട്ട് ഈ ഉർവശിയുടെ അടുത്ത് നിന്ന് തന്നെ നിനക്ക് പണി കിട്ടും, നീ കണ്ടോണ്ടി, ഈ ഉർവശി നിന്നെ ചതിക്കും എന്നുള്ള കാര്യമൊക്കെ ജയഭാരതി മുത്തശ്ശി അവളോട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അവളുടെ തലയിലേക്ക് കയറോ എന്തോന്നൊന്നും അറിയില്ലെങ്കിലും ജയഭാരതി മുത്തശ്ശി കണ്ട സത്യങ്ങൾ മൊത്തം അങ്ങ് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇവളങ്ങനെ അതൊക്കെ കേട്ട്
നിൽക്കുന്നൊക്കെ ഉണ്ട്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ ഈ എന്തായാലും കരയുന്ന ഒരു സമയം വരും, നീ ഇവിടുന്ന് പൊട്ടി കരയുന്ന ഒരു സമയം വരും. കാരണം ഞങ്ങൾ അനുഭവിച്ചത് അത്രമാത്രമാണ്. നീ എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ നിന്നിട്ട് ഞങ്ങളെങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ, അതുകൊണ്ട് ഇതൊക്കെ നീ അനുഭവിച്ചിട്ട് ഇവിടുന്ന് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് ആ ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ട് ജയഭാരതി മുത്തശ്ശി ആ ഒരു ഉർവശിയുടെ സത്യങ്ങളും അവളോട് തുറന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കൽപ്പനക്ക് വിശ്വസിച്ചോ ഇല്ലേ ഒന്നും അറിയില്ലെങ്കിൽ അവൾക്ക് ആ ഒരു പണി കിട്ടിയതിൻ്റെ ദേഷ്യം മൊത്തം അവളുടെ മുഖത്തുമുണ്ട്. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് മാറ്റി ഒരുങ്ങി അങ്ങ് ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അവർ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പ്രിയങ്ക അങ്ങ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ സുകുമാരി മുത്തശ്ശിനോട് പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, ഞാനിങ്ങനെ മാറ്റി ഒരുങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലൊരുത്തനില്ലേ, അവിടെ ഇങ്ങനെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുത്തന്, അതും എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരുത്തന്, അവനെ നമുക്കൊന്ന് കാണണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. കാരണം നമ്മുടെ സിനിമയുടെ എല്ലാ പ്രൊമോഷൻസും കാര്യങ്ങളും ഡയറക്ടറിൻ്റെ ഫോട്ടോ, ഈ നായികയുടെ ഫോട്ടോ എല്ലാം മാഗസിനിലെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ അത് കാണേണ്ടവർ കണ്ടിട്ടുണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണ്ടേ. ഇതൊക്കെ നമുക്ക് ഈ ആറ്റുവാ ശരീരത്തിൽ പോയിട്ട് അവിടെയുള്ളവന്മാരൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാര മുത്തശ്ശിനോട് പറയുന്നുണ്ട്. അപ്പോൾ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, ശരിയാണ്, അവരിതൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ അവർക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണം, അതുകൊണ്ട് നമുക്ക് ആറ്റുവാശ്ശേരിയിലേക്ക് അങ്ങ് പോകാം എന്നൊക്കെ ഇങ്ങനെ സുകുമാര മുത്തശ്ശി അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ ആറ്റുവാശ്ശേരിക്ക് വിടാം, എന്നിട്ട് നമുക്ക് ഷൂട്ടിങ്ങിന് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ അവരങ്ങ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കോളിംഗ് ബെല്ല് അങ്ങ് റിങ് ചെയ്യുന്നുണ്ട് വീടിൻ്റെ. അപ്പോൾ ആരെ ബെല്ലടിച്ചൊന്ന് പോയി നോക്കി എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് ഈ സുകുമാരി മുത്തശ്ശി പറയാണ്. അപ്പോൾ ഇവൾ വേഗം അവിടെ ആരാ വന്നിട്ടുള്ളത് എന്നങ്ങ് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങോട്ട് വന്നതായിരിക്കും. അപ്പോൾ ഇയാളോട് അങ്ങ് കയറി വരാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാളോട് ഈ മുത്തശ്ശിയും ഈ പ്രിയങ്കയും കൂടി പറയുന്നുണ്ട്, ഞങ്ങളെ മറ്റൊരിടത്തേക്ക് പോകുകയാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരാം എന്നൊക്കെ ഇങ്ങനെ ഇവരാളോട് പറയുന്ന സമയത്ത് ഇയാൾ പറയുന്നുണ്ട്, മാഡം ഇത് ആദ്യത്തെ ദിവസം തന്നെ അല്ലേ ഷൂട്ടിങ്ങിൻ്റെ, അതും ആദ്യത്തെ സീൻ എടുക്കുന്നത് പ്രിയങ്കയുടേതാണ്, അതുകൊണ്ട് അത് മാറ്റി വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത് മാറ്റി വെക്കാൻ എന്തായാലും പ്രൊഡ്യൂസറും സമ്മതിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അതിലും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ഒരാളെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്, അപ്പോൾ അയാളെ കണ്ടിട്ടില്ലെങ്കിൽ അയാളെങ്ങാനും ആത്മഹത്യ ചെയ്താൽ പിന്നെ ഞങ്ങൾക്കതൊരു തീരാ നഷ്ടമായിരിക്കും, അവളുടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവരെ അന്ന് നേരിട്ട് കാണാൻ പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ചിന്തിച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്തായാലും ലൊക്കേഷനിലേക്ക് വരുന്നുള്ളൂ എന്നുള്ള കാര്യം ഇവരങ്ങ് തീർത്ത് പറയാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ഷോട്ടല്ലേ, അതെന്തായാലും മാറ്റി വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇയാളങ്ങ് പറയാണ്. അപ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ആ കസ്തൂരി ഇല്ലേ, അവളുടെ ഏതെങ്കിലും കരയ്ക്കുന്ന ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങ് ഷൂട്ട് ചെയ്തേക്ക് ഞങ്ങൾ വരുന്നത് വരെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, എന്തായാലും അതും ഈ പ്രൊഡ്യൂസർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സീനുകളൊക്കെയാണ്, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഷൂട്ട് ചെയ്യാനൊന്നും എന്തായാലും ആ പ്രൊഡ്യൂസർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, നിങ്ങൾ തന്നെ പെട്ടെന്ന് വരും, നിങ്ങളുടെ ഈ യാത്ര പിന്നീട് ആക്കാം എന്നൊക്കെ സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ ഇയാൾ അങ്ങ് അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഈ പ്രിയങ്കയും സുകുമാരി മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോയിട്ടേ അങ്ങോട്ട് വരുന്നുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഷൂട്ടിംഗ് അങ്ങ് നിർത്തി വെച്ചേക്ക്, ഞങ്ങൾ വന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതി എന്നുള്ള കാര്യം ഇങ്ങനെ തുറന്ന് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നുണ്ട്, പക്ഷേ അത് ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും, അത് അവരുടെ പൈസയല്ലേ ഞങ്ങളുടെ പൈസയല്ലേ, അതുകൊണ്ട് ആ നഷ്ടം വരികയാണെങ്കിൽ അങ്ങ് നഷ്ടം വരട്ടെ, അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് യാത്ര എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇയാൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആ തള്ള മകളും സ്വന്തം പൈസ തന്നെയാണ് ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല എന്നൊക്കെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഇവരെ പറ്റി അങ്ങ് പറഞ്ഞ് അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പിസോഡ് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ ഒരു ആറ്റുവാശ്ശേരിയിലേക്ക് വരുന്നതും അവിടെ ആ ഒരു സംഗീതത്തിന് കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ പാടാൻ വേണ്ടി വന്നിരിക്കുന്ന കാഴ്ചകളും എല്ലാം കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അവിടെ പഠിക്കാൻ വന്നൊരു കുട്ടിയുടെ ചെവിക്കല്ലിക്ക് അങ്ങ് പിടിച്ച് അങ്ങ് വലിക്കുന്നതും അവളെ അങ്ങ് ആ ഒരു കുഞ്ഞിനെ അങ്ങ് ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് രാധിക വന്നിട്ട് അങ്ങ് പിടിച്ച് മാറ്റുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സുകുമാരി മുത്തശ്ശി അവരോട് പറയുന്നുണ്ട്, ഇവിടെ ഈ വീട്ടിൽ മ്യൂസിക് ക്ലാസ് നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം അങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. ആ മുത്തശ്ശി അവിടെ കിടന്നങ്ങ് പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ പ്രിയങ്ക നേരെ വരുണിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ ഭാര്യ വീട്ടിലിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വലിഞ്ഞു കയറി ഇങ്ങനെ വന്ന് ഇവിടെ ജീവിക്കാൻ, നിനക്ക് ഇതിലും നല്ലത് ഇവിടെ എവിടെയെങ്കിലും പോയി ചാകുന്നതാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അങ്ങ് രാധിക കയറി വരുന്നത്. രാധിക ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ പ്രിയങ്കയുടെ കാരണക്കുറ്റി നോക്കി അങ്ങ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി ബാക്കി എന്തൊക്കെയാണ്, ഇനി ഈ സുകുമാരി മുത്തശ്ശീനെയും പ്രിയങ്കേനെയും അവിടെ നിന്ന് വീണ്ടും ആട്ടി
ഓടിക്കുവോ രാധിക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നാളെ കാണാം. ഓക്കെ, ബൈ ഓൾ.